ഇന്ന് നമുക്ക് റൈസ് പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾ പച്ചരി എടുക്കുമ്പോൾ ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഈ പച്ചരിക്ക് പകരം ബസ്മതി റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. ഈ പച്ചരി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുക്കണം. അപ്പോൾ റൈസ് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർക്കുമ്പോൾ ഈ റൈസ് വെന്ത് വരുമ്പോൾ കുറച്ച് ചെറുതായിട്ട് കിടക്കും. അല്ലെങ്കിൽ റൈസ് പൊടിക്കാണ്ട് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ട് കിടക്കും. അപ്പോൾ റൈസ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് പുഡിങ്ങിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അത് 1/2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര വേണം. പിന്നെ പാല് വേണം. ഞാനിവിടെ പശുമ്പാലാണ് എടുത്തേക്കുന്നത്. പശുമ്പാല് 3 കപ്പ് പശുമ്പാല് വേണം. പിന്നെ വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് വേണം. പിന്നെ ഒരു 2 നുള്ളു സഫ്രോൺ വേണം. ആ സഫ്രോണിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ സഫ്രോണും കൂടി ചേർക്കുകയാണെങ്കിൽ പുഡിങ്ങിന് ചെറുതായിട്ട് ഒരു യെല്ലോ കളറും കിട്ടും. പിന്നെ ആ സഫ്രോണിന്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഏറ്റവും ലാസ്റ്റ് പുഡിങ് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ പുഡിങ്ങിന്റെ മുകളിലേക്ക് ക്രീമും കൊണ്ടുള്ള ഒരു ടോപ്പിങ്ങും കൊടുക്കുക. അപ്പോൾ പുഡിങ് കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ടോപ്പിങ് ക്രീമും കൊണ്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതേ റൈസ് പുഡിങ് ആക്കാന്ന്. ഞാനിവിടെ 1/2 കപ്പ് പച്ചരി മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് റൈസ് എടുക്കാം. അത് റൈസ് നിങ്ങൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ റൈസ് കഴുകിയാൽ മതി. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ റൈസ് കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ പൊടിച്ച് വെച്ചേക്കുന്ന റൈസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ആ റൈസ് ചേർക്കാം. ആ റൈസ് ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ റൈസ് കഴുകിയെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 3 കപ്പ് പശുമ്പാൽ ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തത്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം പഞ്ചസാര ചേർത്തത്. ഈ പാലിൽ കിടന്നിട്ട് ഈ റൈസ് നന്നായിട്ട് വേവണം. ഈ പാല് നന്നായിട്ട് തിളച്ച് ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോൾ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെക്കണം. അല്ലെങ്കിൽ റൈസ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ ഈ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. രണ്ട് നുള്ളു സഫ്രോൺ ചേർക്കാം. ഈ സഫ്രോൺ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ റൈസ് നന്നായിട്ട് വെന്തിട്ട് ഈ പുഡിങ് നല്ല തിക്കായിട്ട് വരും. ഇത് ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കുകയും വേണം. ഈ പുഡിങ് ഇപ്പോൾ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുകയും വേണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പുഡിങ് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ പുഡിങ് നല്ല തിക്കായിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ട് ഇതിങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് വിട്ട് വരണം. ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. അത് പാത്രത്തിൽ ഏറ്റവും ആദ്യം കുറച്ച് ബട്ടറൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അത് പുഡിങ് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ പുഡിങ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഈ പുഡിങ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ഓരോ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് ക്രീമിൻ്റെ ടോപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുഡിങ്ങിൻ്റെ മുകളിലത്തെ ലെയറിലേക്ക് ടോപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് ഒരു 3/4 കപ്പ് ക്രീം ചേർക്കുക. ഞാനിവിടെ ഹെവി ക്രീമാണ് ചേർക്കുന്നത്. ചേർക്കുമ്പോൾ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം. ഞാൻ ഇതേപോലത്തെ ഹെവി ക്രീമാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ ഹെവി ക്രീം എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് കിട്ടുന്ന ക്രീമിൽ ചിലപ്പോൾ പേരിലേക്കും വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഞാൻ ഹെവി ക്രീം എടുക്കുക, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കുക.
അപ്പോൾ ഇത് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇത് നല്ല ക്രീമായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ക്രീമായിട്ട് വരണം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസും ചേർക്കാം. നിങ്ങൾക്ക് ആ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ പുഡിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ചേർക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ക്രീം ചേർക്കാൻ വേണ്ടിയിട്ട്. ക്രീമിൻ്റെ ഈ ലെയർ ശരിക്കും ഐസ്ക്രീം പോലെ ഇരിക്കുക. നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ ഇത് ശരിക്കും ഐസ്ക്രീം ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് വാനില ഐസ്ക്രീം ആവും. ഇതിപ്പോൾ ഒരു പ്ലെയിൻ ഐസ്ക്രീം പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നട്ട്സ് ഇല്ല. ഞാൻ ഇതിലേക്ക് പിസ്താഷ്യാണ് ഇടുന്നത്. ആ നട്ട്സ് ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ഗാർണിഷ് ചെയ്യുക. ഇപ്പോൾ റൈസ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുക. ഇതിൻ്റെ ഈ ടോപ്പിങ് ക്രീം ആയതുകൊണ്ട് ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ തന്നെ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കരുത്. ഇത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തലേ ദിവസത്തേക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് സെർവ് ചെയ്യാൻ പോകണേലും ഒരു 3/4 മണിക്കൂർ മുമ്പ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അല്ലെങ്കിൽ അത് നിങ്ങളെപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മുകളിലെ ക്രീം ചിലപ്പോൾ വെള്ളം പോലെയാവും. ഇത് ഫ്രീസറിലേക്ക് വെക്കുക. ഇപ്പോൾ റൈസ് പുഡിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക.